ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു കുറുമ ചെയ്യാം. വെജ് കുറുമ, തലശ്ശേരി വെജിറ്റബിൾ കുറുമ. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് 1/4 കപ്പ്, അത് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താണ്. ക്യാരറ്റ് അതും 1/4 കപ്പ്, ബീൻസ് അതും 1/4 കപ്പ്. ഇങ്ങനെയാണിത് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസാണ്, അത് 1/4 കപ്പ് ഇല്ല, ഒരു 2 ടേബിൾ സ്പൂണേ ഉള്ളൂ. ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് തേങ്ങ, 2 പച്ചമുളക്, പെരിഞ്ചീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. നമുക്ക് ആദ്യം വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിക്കണം. അത് വേകുന്ന സമയം കൊണ്ട് തേങ്ങ ഒരു മുറി തേങ്ങ തിരുമിയതാണ്, ഒരു വലിയ തേങ്ങയുടെ പകുതി, 2 പച്ചമുളക്, 2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുക്കുകയും വേണം. വെജിറ്റബിൾസ് എല്ലാം ഇതിലില്ല. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഗ്രീൻ പീസ് ഇപ്പോൾ ചേർക്കണ്ട, അത് വെള്ളം വറ്റാറാകുമ്പോൾ ഒരു 2-3 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ചേർത്താൽ മതി. അത് ഫ്രോസൺ ആയതുകൊണ്ട് അധികം വേണ്ട ആവശ്യമില്ല. വെള്ളം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് കുഴഞ്ഞു പോകരുത്. ഇത് ഒരു വെള്ളം വറ്റാറാവുന്നതിന് 2-3 മിനിറ്റ് മുമ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർക്കണം. ഇപ്പം വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ്, ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാൻ ചൂടായി. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, സവോള, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ഉള്ളി നന്നായിട്ട് വാടണം. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വെജിറ്റബിൾ, അതിൽ ബാക്കി ഉണ്ടായിരുന്ന വെള്ളമാണ്. അല്പം ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടിപ്പോകരുത്. ഇനി ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് കൂടെ വേകട്ടെ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. തേങ്ങ, പച്ചമുളക്, പെരിഞ്ചീരകം, ഇത്രയും കൂടെ അരച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. അതാണ്. തേങ്ങ നന്നായിട്ട് അരയണം. അരപ്പിൻ്റെ പച്ച മണമൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അരപ്പിൻ്റെ വെള്ളം ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം, കുറുമ കുറുകിയിരിക്കണ്ടേ. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. അല്പം കൂടെ ഉപ്പ് വേണം.
ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കുറുമയാണ്. ഇത് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇതിൻ്റെ എല്ലാം കൂടെ വളരെ നല്ലതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.